ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ട്രാവൽ വിത്ത് സജലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോണത് വയനാട്ടിലേക്കാണ്. വയനാട് പാക്കേജ് ട്രിപ്പാണ്. നമ്മുടെ ശബരി ഏട്ടൻ്റെ പാക്കേജാണ്. ശബരി റിലാക്സ് പാക്കേജാണ്. നമ്മുടെ കൂടെയുള്ളത് അബിയാണ് പാക്കേജറായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം കാശിനാഥ് ഇവിടെ ഉണ്ട്, വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ വയനാട് വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക. ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതുപുത്തൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യാത്രയിൽ കാണാം. കയറിയപ്പോൾ തന്നെ ഒടുക്കത്തെ ബ്ലോക്കാണ് ചുരത്തിൽ. ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ചുരം കയറി മുകളിലെത്തി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ടോക്കൺ നമ്പർ എടുക്കണം ജീപ്പിൽ പോകാനായിട്ട്. അവിടെ ജീപ്പിൽ പോകണം. പോയി അതുപോലെ തന്നെ ആ ടോക്കൺ നമ്പർ വെച്ചിട്ട് നമ്മുടെ കൂടെ വന്നവരുടെ കൂടെ തിരിച്ച് വരണം. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അല്ല കിട്ടിയ വണ്ടി ഇപ്പോൾ കയറി വരാൻ പറ്റില്ല. അപ്പോൾ ഒരു 40 രൂപയും പിന്നെ 80 രൂപയാണ്. 2 ടിക്കറ്റാണ്, ജീപ്പിനൊന്നും പിന്നെ അവിടേക്ക് എൻട്രി ടിക്കറ്റും. അങ്ങനെ നമ്മൾ ജീപ്പിലൊക്കെ കയറി നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, വലിയ ഓഫ് റോഡൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടെ കുറച്ച് ദൂരം മാത്രമാണ് റോഡ് മോശമായിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പോയി വരുന്ന ജീപ്പുകളാണ് അപ്പുറത്തൂടെ പോയി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്നൂരിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗിംബൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത് എന്നൂരിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അവരുടെ എന്താ പറയുക കാര്യങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റേജ് പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈബൽസിൻ്റെ വില്ലേജ് ഒരു എന്താ പറയുക മിനിയേച്ചർ രൂപത്തിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ വലിയൊരു വില്ലേജല്ല, ചെറിയൊരു 4, 5, 6 തരത്തിലുള്ള വൈക്കോൽപ്പരകളും അങ്ങനെ കളിമണ്ണൊക്കെ തേച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങളത് കാണാനായിട്ട് സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായിട്ട് കാണുക. അപ്പോൾ അവിടെ മുഴുവൻ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് കാണാനായിട്ട് സാധിക്കും. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ അവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് എന്നൂരിൻ്റെ എന്താ പറയുക അവരുടെ ട്രൈബൽസിൻ്റെ വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവരുടെ ഫുള്ള് ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ ആഭരണങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് ഇപ്പോൾ തിക്കും തിരക്കും ബഹളമൊക്കെ കുറവാണ്. വയനാട് കാണാനായിട്ട് ആരും വരുന്നില്ല എന്നാണ് അവരുടെ പരാതി. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ വയനാടിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വയനാട് ഭയങ്കര കാലിയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ. പഴയ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ജനങ്ങൾ വരാത്തതെന്നാണ് അവർ പറയണത്. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും വയനാട്ടിലേക്ക് വരിക, നിങ്ങളുടെ ട്രിപ്പുകളിലൊക്കെ വയനാട്ടിനെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് അവരുടെ ഒരു ചെറിയൊരു എന്താ പറയുക കളിമണ്ണ് കൊണ്ടൊക്കെ തേച്ച് നല്ല തണവാണ് കേട്ടോ, നല്ല തണവാണ്. വയനാടിൻ്റെ തണവല്ല പറഞ്ഞത്, ഇതിനകത്തിരിക്കുന്ന കൂളിംഗ് ഉണ്ടല്ലോ, ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. എന്താ രസം. ശരിക്കും അതിനുള്ളിൽ വരുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല, അത്രയും തണവും കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ എന്താ പറയുക പഴയ വിറക് കത്തിച്ച് ചൂടാക്കുന്നതും കട്ടില്, പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് കുറേ ഒന്നും വായിച്ചു നോക്കാനായിട്ട് പറ്റിയൊന്നുമില്ല, കാരണം സമയമില്ല. ഇതൊക്കെ അവരുടെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ പ്രാചീന കലാരൂപങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആഭരണങ്ങൾ, പിന്നെ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പിന്നെ എന്താ പറയുക അവരുടെ വസ്ത്രങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ഹട്ടിലും അവർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താ പറയുക നല്ല ക്ലീനാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊണ്ടു നടക്കണം എല്ലാതും. അപ്പോൾ നമ്മൾ വരുമ്പോൾ പരമാവധി അവിടേക്ക് ഒന്നും കൊണ്ടുവരാതിരിക്കുക. അവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൈവീശി വരിക ആണ് പോവുക. പിന്നെ നമുക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, വിത്തുകൾ, പിന്നെ അതുപോലെ തന്നെ മുളയരി, അങ്ങനെ ഒരുപാട് സാധനം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് ഇവരാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലുള്ളവർ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പിന്നീട് പോയത് ബാണാസുര സാഗറിലോട്ടാണ്. അവിടെ ചെന്ന് നമ്മൾ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെനു ഉണ്ടായിരുന്നത് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ മീൽസും ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് ബിരിയാണി നമ്മൾ കഴിക്കാനെന്ന് പറഞ്ഞു ആയിക്കോട്ടെ, ബിരിയാണി കഴിച്ച് ഞങ്ങൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴിക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ കട സജസ്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കയറാം. ബാണാസുര സാഗർ ഡാം എത്തുന്നതിന് മുന്നാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഇതാണ് ഹോട്ടൽ ബാണാസുര എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ക്യാമ്പ് ഫയറും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാം. നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാം. ഇതാണ് നമ്മുടെ യാത്രയിലെ മറ്റ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. 1 ഡേ ട്രിപ്പാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയത് ഗ്യാപ്പിൽ നമ്മൾ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. വയനാട്ടിൽ പോയപ്പോൾ നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊരു 4 സ്റ്റാച്യൂസ് മേടിച്ചു. അപ്പോൾ നമ്മുടെ ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. പിന്നെ നമ്മുടെ കാശിയുടെ ഒരു ഇഷ്ടപ്പെട്ട രൂപം കാശി മേടിച്ചാണ് ഈ കാണുന്നത്, വണ്ടിയുടെ മുന്നിൽ കെട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതിനെന്തൊക്കെയോ ഐഡിയാസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പുക വരും, പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റേ ലൈറ്റ് വയ്ക്കാമെന്നൊക്കെ കാശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ ഇളകും തൊടുമ്പോൾ. സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് ഇത് വർക്ക് ചെയ്യണത്. കുഴപ്പമില്ല. ഞാൻ വിശ്വസിക്കുന്നത് അതിലൊരു വണ്ടി, നല്ലൊരു വണ്ടി നമ്മൾ 24 സീറ്റാണ് ബുക്ക് ചെയ്തെങ്കിലും അതൊരു വണ്ടി എത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് 24 സീറ്റാണ് അവർ തന്നത്. അതിനുവേണ്ടി അതൊരു നമുക്കൊരു ഹെൽപ്പായിട്ട് അത് നമുക്ക് ആദ്യം ചെയ്തു. ഇനിയും നമ്മുടെ യാത്രകൾ തീർച്ചയായും നമ്മളിവരെ സമീപിക്കുന്നതാണ്. താങ്ക് യു. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കും. അതപ്പോൾ തന്നെ അല്ലെങ്കിലും അത് ഫ്യൂച്ചറിൽ അതിന് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഗുണങ്ങൾ നമ്മളറിയാതെ തന്നെ അപ്പം നമുക്ക് മനസ്സിലാവും. അന്നത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലായത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ധൈര്യം, അങ്ങനെ പല പല കാര്യങ്ങൾ യാത്രയിലൂടെ. അതിലുപരി നമ്മൾ പലപ്പോഴും പലർക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ മക്കൾ, മാതാപിതാക്കൾ, ജീവിതമൊക്കെ അങ്ങനെ കുറച്ച് സമയം നമുക്ക് നമ്മുടെ കൂടെ നമ്മളെ കൊണ്ട് നടക്കാനായിട്ട് ഒരാളുള്ളപ്പോൾ നമുക്കൊന്നും തേടി പോകേണ്ട കാര്യമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി, ഹോട്ടലായാലും അതുപോലെ നമ്മൾ പോകേണ്ട പ്ലേസുകളായാലും അവരെല്ലാം സെലക്ട് ചെയ്ത് തരുന്ന കാരണം കൊണ്ട് അത് വലിയൊരു ഉപകാരമായിരുന്നു. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നല്ല ഫുഡായിരുന്നു. ഉച്ചക്കത്തെ ഡിന്നറൊക്കെ നല്ല ഫുഡായിരുന്നു. ബസ്സായാലും അത്യാവശ്യം നല്ല സ്പേസുണ്ട്. പിന്നെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യമായിരുന്നു, നമുക്ക് വേറെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ഈ ഒരു യാത്രയുടെ ഇത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പിന്നിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നിലേക്ക് ഇങ്ങനെ കയറി വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ട്രാവൽ വിത്ത് സജിൽ.